വിഷ്ണു, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ്. അന്വേഷണത്തിന് പ്രത്യേക സംഘം ഉള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ. അജിത് കുമാറിനെതിരെ ലഭിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികളിലാണ് വിജിലൻസിന്റെ തീരുമാനം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും വിജിലൻസ് ഈ കേസ് അന്വേഷിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിൽ വീട് വെച്ച കാര്യം, ആഡംബര വീട് വയ്ക്കുന്ന കാര്യം, ഇതടക്കമുള്ള പല കാര്യങ്ങളിൽ ആരോപണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ PV അൻവർ MLA ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് നേരിട്ട് മൊഴി നൽകിയിരുന്നു. പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് DGP വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കണമെന്നുള്ള ശുപാർശ നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ അംഗീകരിച്ചിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇപ്പോൾ അത് വിശദീകരണം നൽകുന്നത്. അതായത് വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല, പ്രത്യേക അന്വേഷണ സംഘം ഉള്ളതുകൊണ്ട് തന്നെ അവർ തന്നെ ഇക്കാര്യം അന്വേഷിക്കട്ടെ. എന്നാൽ സർക്കാർ ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളൊരു തീരുമാനം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നടത്തുമെന്നും, എന്നാൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ RSS ADGP ബന്ധം അതും അന്വേഷിക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. CPI അടക്കം പല വിമർശനം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കുന്ന കാര്യം അന്വേഷണത്തിന് ശേഷം മതിയാകുമെന്നാണ് CPM നേതൃത്വം അടക്കം വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണവും വളരെ നിർണായകമാണ്. എന്നാൽ അതും വൈകുന്ന ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി അത് വാക്കാൽ പറഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഏതായാലും MR അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നടപടി എടുക്കാതെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോഴും സർവീസ് തുടരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വിജിലൻസ് ഏതായാലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും അതിനൊരു തീരുമാനമുണ്ടാകണം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഏതായാലും ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘം തന്നെ ഇത് തുടരട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത്. ഏതായാലും DGPയുടെ ശുപാർശ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ അന്വേഷണം തുടരുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, വിഷ്ണുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.